എന്തു ചെയ്യാം, നല്ലൊരു ജന്മമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പോയില്ലേ? നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കൂടാ. ഇതെപ്പോഴായിരുന്നു? അയ്യോ പാവം, അന്തോണി ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട്. അവിടെ ഇരുന്നോട്ടെ. അല്ല, ചത്തുപോയെന്ന് കയറി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം? അച്ചായോ സാധനം ഉണ്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. എന്തിന്റെ? ശവത്തിന്റെ അല്ലാതെ എന്താ? ഒന്ന് കണ്ണു തുറക്ക്, എന്നല്ലേ കാണാൻ പറ്റൂ. ആ നിങ്ങളാ? ഇതെപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ്. അത്താഴം ആരാ കഴിച്ചേ? അല്ല, ഉച്ചക്ക് ഊണ് കഴിഞ്ഞ്. ഊണ് ഏതാണ്ടാ നേരത്ത് കിടന്നതാ? അല്ല, ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്ന് ഉറങ്ങിയാലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്താ എടുക്കാനുള്ളത്? ശവപ്പെട്ടി. അതാർക്കാ വേണ്ടത്? ശവങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശവങ്ങൾ മോഷ്ടിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം വിശ്വസിക്കാൻ ശവങ്ങളാ. പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചു കൊടുക്കാം. കത്ത് കിട്ടിയോ രക്ഷപ്പെട്ടു. അപ്പോഴേ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേൾക്കാനല്ല, കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താ നോക്ക്. മൂടുണ്ടാക്കാൻ ഞാൻ ആ പുതിയ എവിടെ വെച്ച്? അല്ല, ഇത് എപ്പോ എത്തി? വാ, നമുക്ക് നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമുണ്ട്. മിലിറ്ററി എങ്കിൽ രാവിലെയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വേറെന്താ പണി? ഞാൻ പറഞ്ഞില്ലടാ, നോക്ക് സംഗതി റെഡി. എവിടുന്ന് തപ്പി എടുത്ത കൊച്ചു കള്ള? അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്കിൾ കാലത്തെ ഒരു ബൈബിൾ മോഡലാണല്ലോ. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തിങ്ങോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് തെറുത്ത് കൊടുത്താ പിന്നെ വലിയച്ചങ്ങ് കയറ്റിക്കോളൂ. എന്റെ പൊന്നു മക്കളെ, പഴയ ആത്മാവല്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ പോയിഞ്ഞു പോവില്ല അല്ലേ? അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? എന്റെ കർത്താവേ, എന്താടോ? ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ? നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തം മരിച്ചിട്ട് 2 മാസമായില്ലേ? അച്ചായൻ പേടിക്കാതെ, ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ ഉണ്ടാവും. അച്ചായന് യോഗം ഉണ്ടായാ പോരല്ലോ, ചാവുന്ന ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ? കഴിഞ്ഞ ആഴ്ചയിൽ കാരക്കാമുറിയില് ഒരു ബസ് കേട്ട വഴി ഞാൻ ഓടി. 2 ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? 2 ഹിന്ദുക്കളാ. അതുപോലെ തന്നെ ഞൗരിക്കുളത്തില് ഒരു അമ്മയും ഒരു മോനും. ഇതൊക്കെ യോഗണേ, കിട്ടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചെന്ന് ഇങ്ങനെ ആര് അവിടെ ഈടോ, തനിക്ക് ഈ ശവത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ശവപ്പെട്ടി കച്ചവടക്കാരൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താ. എടോ അന്തോണി, ഈ കുഞ്ഞാടുകൾ എന്തിനാ പള്ളിക്കുടുത്തി പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വരുന്നത്? ഇതിനെന്നെ എന്തിനാ? ഞങ്ങൾക്ക് ആ നരകം വേണ്ട. ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ പടിവാതിലിൽ കുത്തിയിരുന്നോളാം. കേട്ടല്ലോ, ഇടോ, മരിച്ചവരുടെ കഥകളല്ല, ജീവിച്ചിരിക്കുന്നവരുടെ വീരകഥകളാണ് ചെറുപ്പക്കാർ കുത്തേജനം നൽകുന്നത്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, അടുത്തയാൾ തുടങ്ങിയിട്ടുണ്ടാ. ഇൻ 1942 ജപ്പാൻകാരുടെ ചീറുന്ന പീരങ്കിക്ക് മുമ്പിൽ ഡിസംബറിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചു വിച്ചാത്തി പോലും കയ്യിലില്ലാതെ ഈ ഞാൻ, ഈ അങ്കിൾ ഫെർണാണ്ടസ്, അപ്പൊ അതും വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട. ഉച്ചപൂജയ്ക്കുള്ള ഒരു പൊതി ഇങ്ങി തന്നാ ഞങ്ങളങ്ങ് കാശെടുക്ക. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാം. അയ്യോ, ഒരു താങ്ക്സെങ്കിലും പറയടോ. ഇടോ, ദരിദ്രവാസി ഉച്ചയ്ക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരാ, അല്ലാതെ തന്റെ ശവങ്ങളല്ല. മതിയല്ലോ, വൈകുന്നേരം കാണണം. നാളെ വന്നാലും മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പെട്ടിയുടെ കാര്യം എന്താ ചെയ്യാ? അതിനേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും. ഇടോ, നമ്മൾ പോയാ പിന്നെ ഈ കുഞ്ഞാടുകളെ ആര് നയിക്കും? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. താനത്തേര് ഉറന്നിരിക്കെ.
അയ്യോ ഞാനും 3-4 ദിവസമായി ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരിക. അങ്ങേര് ഫ്ലാറ്റാ. ഫ്ലാറ്റോ? നോക്കട്ടാ. എന്തോടി ചേട്ടോ? അളവ് എത്രയാ? നീളോ വീതിയും പറ. ഇത് ഫ്ലാറ്റ് തന്നെയാ. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ എപ്പോഴാടാ അടിക്കുന്നേ? അതിനില്ലല്ലോ എന്ന് പറഞ്ഞാ പറ്റില്ല. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറയണടാ. അതിനിപ്പോ എവിടെയാടാ പെണ്ണ്? ഞാനൊരു ഐഡിയ പറയാം. ഇവന്റെ ഒരു ഐഡിയാസ്. മിണ്ടായിടാ, ഞാനിത് പറയട്ടെ. നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുക്കുന്നു. ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പർ തപ്പുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടൂലേ? പിന്നെ നമ്മള് ഫോണില് ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഇവന്റെ ചില ഐഡിയാസ് കൊള്ളാം കേട്ടടാ. അതിനിപ്പോ ആരടാ ചെയ്യാൻ പോണേ? അത് പിന്നെ നമ്മളെ പറ്റൂല. പോക്കടാ. പറ്റൂല. എനിക്ക് പറ്റില്ല. എന്താ പിന്നെ ഞങ്ങളൊക്കെ Now we'll make a phone call, okay? Oh God, Father, Son, and the Holy Spirit. Got it. Love Creeper, Premalada, 67653. I will get her. I will get her. It's ringing. Hello, Premlata here? Hi, ഒരു പെണ്ണടാ. പെണ്ണോ? പറ, വേഗം പറ. ശബ്ദം മധുരം. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. കട്ട് ചെയ്തടാ. അങ്ങനെ വിടാൻ പാടില്ല. I will get her. അപ്പോഴേ ഞാനൊരു പ്രസന്റേഷൻ തന്നില്ലേ, അതുപോലെ എനിക്കും. Shut up. Nonsense. എന്താടാ? എന്ത് പറ്റി? ഷട്ടപ്പ് പറഞ്ഞടാ. ശബ്ദം മധുരം. സാരമില്ലടാ, പെണ്ണിന്റെ വയൽ നിന്നല്ലേ മധുരിക്കും. I will get her. Shit, it's still engaged. അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. നാളെ പിടിക്കണം. Don't forget the number. 67653. 67653. Hello. Premlata here? Oh, what a seductive voice.
സ്വീറ്റ്. ആരാ സംസാരിക്കുന്നേ? നിന്റെ ശബ്ദമാധുരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ ഹലോ, കട്ടായടാ. ഒരു മയവും ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമലത. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീയല്ലേടാ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പായ. നിന്റെ ഒരു വെപ്രാളം. അവളെ നമുക്ക് എത്രയാ നമ്പർ? 67653. ഹലോ. മോളെ ഇനി വാ. ഹലോ. ഏയ് മോളെ. ഉണ്ടല്ലോ. ഓ വിളിക്കാം. കൊച്ചമ്മ മേലാത്ത സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. പോരെ. ഹലോ. ആ കോൾ അടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റ് പോയ പിന്നെ വീണ്ടും തനിച്ചായി. രണ്ടുപേരും കൂടെ ഒരു സിംഗിട്ട് വാ. വെക്കട്ടെ. എന്താ പറയണ്ടേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്ക. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാർ ഒന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്, അത്യാവശ്യ കാര്യമാണ്. യെസ്. ആരെ? പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ആ, ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ.
എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാളിയറിന്റെ മാർക്കറ്റിംഗ് മാനേജറാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോൾ കുറേ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വെക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കൂ. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ആ, മോളല്ലേ? എന്താ മോടെ പേര്? ഇന്ദു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മെഡിക്ക്. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീയൊരു പ്രണയ മന്ദാര സിന്ദൂര പുഷ്പമാണ്. നീയില്ലാത്ത ജീവിതം എനിക്ക് സഹാറ മരുഭൂമി പോലെയാണ്. പ്രാണനാഥേ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തതെന്താണ് പ്രിയേ? നീ എന്റെ... അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സൂഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്. ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്. ഒമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക്. കമോൺ. എല്ലാ വാതിലുകളും ചവിട്ടി തുറന്ന് ഇന്ന് രാത്രി ഞാൻ വരും. ആ പട്ടുമെത്ത എനിക്ക് വേണ്ടി അലങ്കരിക്കൂ. കേട്ടോ? കേട്ടോ? എന്താ കേട്ടില്ലടാ? She called me darling. I am happy than all. She called me darling. ഇവന് ഇവിടെ എല്ലാം തോന്നില്ലടാ. അല്ല, അവന് പ്രേമലതയെ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേടാ അവള് വീഴുവെന്ന്. കാര്യമൊക്കെ ശരി, 50-50. ഈ ഫോണിൽ സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ പിന്നൊരു കാര്യം, കളിക്കണമൊക്കെ ശരി, അവൾ ഏതാ പാർട്ടിന്ന് ആർക്കറിയാം? വല്ല ഐജിയുടെ മറ്റോ ഭാര്യയാണാവോ? അവരെങ്ങാനും ഫോൺ ട്രേസ് ചെയ്താൽ കഴിഞ്ഞില്ലേ? ഏതായാലും നമുക്കിനി വീട്ടിൽ നിന്ന് ഫോൺ വേണ്ട. തന്നെയുമല്ല, ഡാഡി മമ്മി എങ്ങാനും പറഞ്ഞ അതും കുഴപ്പ. അവര് വരുന്നവരെ ഈ കളിയൊക്കെ അവിടെ പറ്റൂ. അതൊക്കെ പിന്നെ. അവളെ ഒന്ന് കാണാൻ എന്താ വഴി? അഡ്രസ് അല്ലടാ കയ്യിലിരിക്കുന്നേ, തേടി പിടിക്കുക തന്നെ. വീട്ടിൽ പോകുന്നത് ഞാനില്ല. പോകുന്നിടങ്ങ് പോയിച്ചാൽ മതി. അവനെ ആരാണ്ട് വിളിച്ച മാതിരി നീ വരണ്ട. അല്ലേ പിന്നെ വരാൻ പോകുന്നു.